LP, UP ഇന്റർവ്യൂകളിൽ അതുപോലെ തന്നെ HST, HSST ഇന്റർവ്യൂകളിൽ എങ്ങനെയായിരിക്കണം നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിനായി പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്നത് നമ്മുടെ ഇന്റർവ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ മാർക്കിന്റെ പകുതിയോളം നിശ്ചയിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു വേ ഓഫ് ബിഹേവിയർ, വേ ഓഫ് സ്റ്റൈലിംഗ് എന്നുള്ളതൊക്കെയാണ്. ബാക്കി പകുതി അവിടെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമ്മുടെ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മുടെ മാർക്കിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്നത് കഴിഞ്ഞ ഇന്റർവ്യൂവിന് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നാൽ ഈ LP നടന്ന LP ഇന്റർവ്യൂകളിൽ വളരെ കുറച്ച് പേരോട് മാത്രമാണ് ക്ലാസ് എടുക്കൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ലിസ്റ്റുകളുടെ ഒരു വലിപ്പമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അവർക്കത് അവസാനിപ്പിക്കണമായിരുന്നു ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ്. അതുകൊണ്ട് മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതേവരെ ക്ലാസ്സുകളൊന്നും ഒരുപാട് എടുക്കാതെ ഇന്റർവ്യൂ മറ്റൊരു രീതിയിൽ കഴിഞ്ഞു പോയത്. പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ നെക്സ്റ്റ് ഇന്റർവ്യൂവിന് നമ്മൾ വെക്കാൻ പാടില്ല. കാരണം തീർച്ചയായിട്ടും LPനേക്കാൾ വളരെ ചെറിയൊരു ലിസ്റ്റാണ് UPക്കുള്ളത്. തീർച്ചയായിട്ടും UP ഇന്റർവ്യൂവിന് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം പോകേണ്ടത്. നമ്മളൊരു പ്ലെയിൻ യാത്ര ആരംഭിക്കുന്നത് മുതൽ ആ ഒരു പ്ലെയിൻ സ്മൂത്തായി യാത്ര നടത്തി അവസാനം ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു സ്മൂത്ത് ലാൻഡിങ്, ആ ഒരു എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഇന്റർവ്യൂ പാനലിന് മുമ്പിൽ അവതരിപ്പിക്കുക. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് പറയാം. ഇതൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് വളരെ മികച്ച രീതിയിൽ നമുക്ക് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ആദ്യത്തേത് നമ്മൾ ഏത് ടോപ്പിക് സെലക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ് ഇത്ര എഫക്റ്റീവ് ആകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കണം, ഒപ്പം തന്നെ നന്നായി പറയാനായിട്ട് കഴിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം. എന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഒരുപാട് നീട്ടി വലിച്ചെടുക്കേണ്ട ടോപ്പിക്കുകളൊന്നും തന്നെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കൊണ്ടുപോകരുത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ തരത്തിൽ, ഇന്റർവ്യൂ പാനലിനെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ടോപ്പിക് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ടോപ്പിക് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്രിസൈസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ടോപ്പിക്കിനെ അനുസരിച്ചുള്ള ഒരു കണ്ടന്റ് നോളേജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ചോദിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ലെസൺ പ്ലാൻ. നമുക്ക് ഒരിക്കലും ലെസൺ പ്ലാൻ അവിടെയുള്ള ഒരു ഇന്റർവ്യൂ പാനലിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം നമ്മളൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്ക് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ലെസൺ പ്ലാനിൽ നമ്മൾ മൈക്രോ സ്കിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു 8 സ്കിൽസ് പഠിക്കുന്നുണ്ട്. ആ ഒരു 8 സ്കില്ലും വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, എങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുന്നു. രണ്ടാമത്തത് സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്, ആ ഒരു ടോപ്പിക്ക് എത്രത്തോളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ സ്കിൽ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ, ആ ഒരു ടോപ്പിക്കിന് എക്സാമ്പിൾസ് വെച്ച് കുട്ടികൾക്ക് എത്രമാത്രം ഇഫക്റ്റീവായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നു. ഫോർത്ത് വൺ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, കുട്ടികളെ
എത്രത്തോളം റീഇൻഫോഴ്സ്മെന്റിലൂടെ അവരിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന രീതിയിലുള്ള ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഫസ്റ്റ് നമുക്ക് ടോപ്പിക് എഴുതാനും ക്ലാസ് എഴുതാനും മാത്രമല്ല, അതിനുശേഷവും ക്ലാസ്സിനിടയിലും നമ്മൾ എങ്ങനെ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ ചാർട്ടോ മറ്റ് എക്യുപ്മെന്റ്സോ യൂസ് ചെയ്യണമെന്നില്ല. എന്നാൽ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്. അപ്പോൾ എങ്ങനെ വൈറ്റ് ബോർഡിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറുടെ വിവരങ്ങൾ മുഴുവൻ, ടീച്ചറുടെ ഉള്ളിലുള്ള അറിവുകൾ മുഴുവൻ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയല്ല, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ടീച്ചർക്ക് കഴിയണം. കുട്ടികളെല്ലാവരും അറിവുകൾ ഉള്ളിലുള്ളവരാണ്. ടീച്ചറുടെ ക്വസ്റ്റ്യൻസിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും കുട്ടികളിൽ നിന്നുള്ള ആൻസറിങ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ കുട്ടികൾ ഉത്തരം പറയില്ല, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, സ്കിൽ ഓഫ് പ്രോബിങ് ക്വസ്റ്റ്യൻസ്. ഇത് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് സ്കിൽ ഓഫ് പ്രോബിങ് ക്വസ്റ്റ്യൻസ്. ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരവും ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസിലൂടെ അവരുടെ അറിവിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അവസരവും നൽകണം. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഈസ് ദ നെക്സ്റ്റ് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്കിൽ ഓഫ് യൂസിങ് ICT. ഒരു ICT ക്ലാസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എത്രയും എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇന്റർവ്യൂവിന് ഇത് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു ലെസൺ പ്ലാനിൽ ഇത് ഉൾപ്പെടുത്തുക. ഇത് ഇപ്പൊ നമ്മളോട് ക്ലാസ് 5 മിനിറ്റ്സേ പറയുന്നുള്ളെങ്കിൽ പോലും അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തുടർച്ചയായിട്ട് ഇതിനെ തുടർന്ന് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് കൊടുക്കുക, ഇവിടെ ഒരു ICT ക്ലാസ് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ICTക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. അവിടെ എന്തായാലും ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഒരു 5 to 10 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും ICT വരുന്ന പോർഷനിലേക്കൊന്നും നമ്മുടെ ക്ലാസ് എത്തില്ല. പക്ഷെ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാം, ഈ ഒരു ക്ലാസ് ഇങ്ങനെയൊക്കെ എടുക്കാം, ICT യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു ടോപ്പിക് എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് മാർക്ക് വീഴും. നെക്സ്റ്റ് വൺ, സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാൻ നമ്മളോട് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ഓർ ഇൻട്രൊഡ്യൂസിങ് എ ടോപ്പിക് എന്നുള്ള കാര്യം. ക്ലാസ്സിന് എപ്പോഴും ഒരു നല്ല സ്റ്റാർട്ടിങ് വേണം. തുടക്കം ഗംഭീരായാൽ മാത്രമേ ആ ഒരു ക്ലാസ് ഇഫക്റ്റീവ് ആകുകയുള്ളൂ. വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 40-45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലാസ്സിൽ ആദ്യത്തെ 5-10 മിനിറ്റ് ഇൻട്രൊഡക്ഷന് നമ്മൾ എടുക്കും. ആ ഒരു ടൈമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം. പക്ഷെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിനാകെ നമുക്ക് ഒരു 10 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ അതിനാൽ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റിൽ ഒതുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ ഏറ്റവും ഒരു പഞ്ച് സെഷൻ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട്, ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു വെടിക്കെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് പോർഷൻ ആയിരിക്കണം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷനിൽ കുട്ടികൾക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കഥകൾ, അതുപോലെ അനുഭവ വിവരണങ്ങൾ, കവിതകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടി രസകരമായിട്ട് തോന്നും. അതല്ല എങ്കിൽ
ചെറിയ കുട്ടികൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടികൾക്കാണ് UP ക്ലാസ് ആണെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ്, സയൻസ് ഒക്കെ ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ്, അല്ലെങ്കിൽ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ മുൻപ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കണം ക്ലാസ് തുടങ്ങേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിവിഷൻ പോലെയുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാമോ എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഗെയിമിലൂടെയോ മറ്റോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിവിഷൻ ക്ലാസ് തുടങ്ങാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുക്കുന്നതെങ്കിലോ അഡീഷൻ ഇതുപോലെ തന്നെ ചെറിയൊരു ഗെയിമിലൂടെ കുട്ടികളിൽ എത്തിയിട്ടില്ലേ, അവർക്ക് ആ ഒരു നോളജ് ഇല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ആണ് ടീച്ചിങ് എയ്ഡ് എന്നുള്ളത്. ടീച്ചിങ് എയ്ഡ് തയ്യാറാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യാതെ തന്നെ എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്ന തരത്തിലുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. അവർ ചോദിക്കുകയാണ് ഇതിന് നമ്മൾ ടീച്ചിങ് എയ്ഡ് എന്ത് ഉപയോഗിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാവും ഇങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കും. അല്ലാതെ ടീച്ചിങ് എയ്ഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും ക്ലാസ് ഷുഡ് ബി ചൈൽഡ് സെൻറ്റേർഡ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ്. അതിനൊരു തർക്കമൊന്നും ഉണ്ടാവരുത്. നമ്മൾ ക്ലാസ് എടുക്കുന്ന പാനലിന് മുമ്പിലാണെങ്കിൽ പോലും നമ്മുടെ ക്ലാസ് ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, ആക്ടിവിറ്റീസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം. അതെങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്. മിക്കവാറും വൈറ്റ് ബോർഡ് ആയിരിക്കും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും വൈറ്റ് ബോർഡുകൾ എത്രയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് വേറെ ടീച്ചിങ് എയ്ഡ്സ് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്. നമ്മൾ വൈറ്റ് ബോർഡിൽ എഴുതുമ്പോൾ അത്രത്തോളം വലിയ അക്ഷരം വേണ്ട, ബ്ലാക്ക് ബോർഡാണ് കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഒരിക്കലും ബോർഡ് മറഞ്ഞു നിന്ന് എഴുതരുത്, സൈഡിലേക്ക് ചെരിഞ്ഞ് നിന്ന് എഴുതുക. അതുപോലെ വിസിബിൾ ആയിരിക്കണം പാനൽ മെമ്പേഴ്സിന്. നമ്മൾ എഴുതുന്ന ഓരോ അക്ഷരവും വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഒരിക്കലും കൈയൊന്നും മുട്ടിച്ച് പിടിച്ച് ബോർഡിൽ എഴുതരുത്. ആ പെൻ മാത്രമായിരിക്കണം ആ ഒരു ബോർഡിൽ മുട്ടിയിരിക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ള മാത്രം. അതുപോലെ ടോപ്പിക്ക് എഴുതുക എന്നുള്ളത് ജസ്റ്റ് ഇൻട്രൊഡക്ഷന് ശേഷം മാത്രം എഴുതാം. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഡേറ്റ് എഴുതാം, അതുപോലെ ഏത് ക്ലാസ്സിലെ ടോപ്പിക്കാണ് എടുക്കുന്നതെന്ന് എഴുതാം, ക്ലാസ് ഏതാണെന്ന് എഴുതാം. പക്ഷെ ആ ടോപ്പിക്ക് എഴുതരുത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം ടോപ്പിക്ക് എഴുതുക. അല്ലെങ്കിൽ കുട്ടികൾ ഓൾറെഡി ആ ഒരു ടോപ്പിക്ക് ഇതാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയും. അതുകൊണ്ടാണ് ഫസ്റ്റ് ടോപ്പിക്ക് എഴുതരുത് എന്ന് പറയാനുള്ള മെയിൻ കാരണം. നമ്മൾ നമ്മുടെ പൊസിഷൻ ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ വളരെയധികം ശ്രദ്ധിക്കണം. പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഓക്കെ, ബോർഡിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെജിബിളായിട്ട് തെറ്റില്ലാതെ അക്ഷരങ്ങളൊക്കെ ക്രമത്തിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ബോർഡ് സമ്മറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അവസാനം വരെ എടുക്കേണ്ടി വരുമോ അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ബ്ലാക്ക് ബോർഡ് സമ്മറി തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് കൺക്ലൂഡിങ് സെഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഡിങ് സെഷൻ നമുക്ക് എടുക്കേണ്ടി വരും എന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്തൊക്കെയായിരിക്കണം കൺക്ലൂഷനിൽ പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇൻ്റർവ്യൂ ബോർഡിൽ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമ്മുടെ മാനറിസംസ് ആണ്. അത് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യണം. അതുപോലെ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, മറ്റൊന്ന് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം തന്നെ ക്ലാസ് പെർഫെക്റ്റ് ആവാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളിൽ നിന്ന് ഈ തരത്തിലുള്ള ബോഡി മൂവ്മെൻറ്റ്സ്, അവോയ്ഡ് ചെയ്യേണ്ട ആക്ഷൻസ്, മാനേഴ്സംസ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് 2 ടെക്നിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്.
ഒന്നാമത്തേത് നമ്മൾ മിററിൻ്റെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. മിററിൻ്റെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ എത്രത്തോളം മാനറിസംസ്, ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ്, നമ്മൾ ഓരോരുത്തർക്കും ഓരോ വേർഡ്സ് ഉണ്ടാവും. എനിക്കുണ്ട്, ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, ഇത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അത് എത്രത്തോളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്നാൽ ക്ലാസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ പാനലിന് മുമ്പിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, സാധാരണ മൊബൈൽ ക്യാമറയിൽ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം 2-3 വേർഡ്സ് ഉണ്ട്, ഈ വേർഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്ട് പറ്റില്ല. കാരണം ഒരു മിനിറ്റിൽ എങ്ങനെയായാലും ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മൊബൈലിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ് ക്ലാസ് റൂം ആണെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ നമ്മളെന്ത് പറയുന്നു എന്നത് കേട്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. കൺക്ലൂഡിങ് സെഷൻ, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ടോപ്പിക്, പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ, നെക്സ്റ്റ് വൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല, സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, ലെസൺ ഓർ ടോപ്പിക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് ടീച്ചിങ് എയ്ഡ്സ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ടീച്ചിങ് മാനുവൽ എഴുതുക. പിന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിന് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഓർ വൈറ്റ് ബോർഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് വൺ, കൺക്ലൂഷനോടൊപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ മാനറിസംസ്, റെപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളൊന്ന് 2-3 വട്ടം ക്ലാസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് ആ ഒരു കാര്യം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.